കള്ളപ്പണ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇഡി. അനീഷ് ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിലെ പരാതിക്കാരൻ കൂടിയായ ഇയാളുടെ കൊട്ടാരക്കരയിലെ വീടും റബ്ബർ എസ്റ്റേറ്റും 2 കമ്പനികളുമാണ് കണ്ടുകെട്ടിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ അനീഷിന്റെ പശ്ചാത്തലം, മറ്റ് വിവരങ്ങൾ. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ആളാണ്. ഇയാളുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും ഇഡി ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ആരോപണ വിധേയനായ ശേഖർകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം കൈക്കൂലി വാങ്ങിയതിന് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നേരത്തെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനീഷ് കുമാറിനെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് അനീഷ് ബാബു ഇത്തരമൊരു പരാതി ഉന്നയിക്കുന്നതും അതിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാതിരിക്കുകയും എല്ലാം ചെയ്തത്. എന്നാൽ അതിനിടയിലും അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണ കേസിൽ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് 5.5 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇപ്പോൾ കണ്ടുകെട്ടിയത്. അനീഷ് ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കൊട്ടാരക്കരയിലെ വീട്, റബ്ബർ എസ്റ്റേറ്റ്, 2 കമ്പനികളടക്കം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവയുടെ മൂല്യം 5.5 കോടി രൂപയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതിനായി നാളെ രാവിലെ കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകുന്നതിന് വേണ്ടി അനീഷ് കുമാറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിട്ടുണ്ട്. നാളെ ഹാജരാകണം. നേരത്തെയും നിരവധി തവണ അനീഷ് ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ അന്വേഷണം കൂടുതൽ ശക്തമായി തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി അനീഷ് ബാബുവിനോട് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. തുടർ നടപടികൾ ശക്തമാക്കുമെന്ന് ഇഡി വ്യക്തമാക്കുന്നു. ശരി ജിജീഷ്.